ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 65 വർഷക്കാലം ദൈവം അപ്പച്ചനെ ഈ ഭൂമിയിൽ ആയുസ് ദൈവം കൊടുത്തു. ഞങ്ങൾ സന്തോഷിക്കുന്നു. അതിനു മുൻപെല്ലാം മരണകരമായ പലവിധ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നിരുന്നു. എങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം കരുണ കാണിച്ച് ദൈവത്തിന് അത്ഭുത പ്രവൃത്തി ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സ്ട്രോക്ക് വന്ന ആ സമയത്തെല്ലാം ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. വൈദ്യശാസ്ത്രം ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു 3 മാസം എന്തായാലും എടുക്കും കട്ടിലിൽ നിന്ന് എണീക്കാനായിട്ട്. 3 മാസം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ദൈവം അവിടെ അത്ഭുത വിടുതൽ തന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ എണീക്കുവാനും സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനെല്ലാം ദൈവം ആ അവസ്ഥയിൽ ദൈവം ഭാഗ്യം നൽകി. 3 മാസത്തിന് ശേഷം ആരാധനയ്ക്കെല്ലാം വന്നു തുടങ്ങാനായിട്ട് ദൈവം അപ്പച്ചന് കൃപ കൊടുത്തു. പിന്നെയും ഓരോ രോഗകരമായ അവസ്ഥകൾ കടന്നു വരുമ്പോഴൊക്കെയും പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ജീവിതം നയിക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. നമ്മളാരും മറന്നു പോകാത്ത ആ കൊറോണ കാലം, ആ സമയത്ത് ഞങ്ങളേറെ ഭയപ്പെട്ടു. കാരണം ഈ അവസ്ഥയിൽ ഇനി അപ്പച്ചന് കൊറോണ വന്നു കഴിഞ്ഞാൽ അത് എന്തായിത്തീരുമെന്ന് വളരെ പേടിച്ചിരുന്ന സമയമായിരുന്നു. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും ആദ്യം കൊറോണ വന്നു. ഞങ്ങളിൽ നിന്നും പിന്നെയാണ് അപ്പച്ചന് വന്നത്. ആ സമയത്തും യാതൊന്നും ശാരീരിക പ്രയാസങ്ങൾ ചെറുതായി ഉണ്ടായിരുന്നു. 2 ആഴ്ചക്കാലം ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രയാസങ്ങളൊന്നും പിന്നെയും കിടപ്പിലാകാതെ വണ്ണം ദൈവം താങ്ങി. അപ്പച്ചൻ്റെ അനിയൻ ആ സമയത്ത്, ആ കൊറോണ സമയത്ത് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. എന്നിട്ടും ദൈവം അപ്പച്ചന് ആയുസ് ദൈവം നീട്ടി നൽകി. പിന്നെയും അവിടെ നിന്നും കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യാനും ഭവനത്തിലെ കാര്യങ്ങൾ അല്പമായി തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്യാനെല്ലാം ദൈവം അപ്പച്ചന് കൃപ കൊടുത്തു. പിന്നെയും ഈ ഹാർട്ടിൻ്റെ പ്രയാസം വന്നപ്പോൾ അത് ശ്വാസമുട്ടൽ പോലെ പ്രയാസമായി കാണിച്ചിരുന്നു. തീരെ പറ്റാതായപ്പോഴാണ് അങ്ങനെ അസ്വാസ്ഥ്യം ഞങ്ങളുടെ അടുത്ത് പ്രകടിപ്പിച്ച് തുടങ്ങിയതും പിന്നെ ഡോക്ടറെ കാണിക്കാനൊക്കെ ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോയതും. അങ്ങനെ കൊണ്ടുപോകുമ്പോഴും എന്നെ ഇനി ചികിത്സിക്കേണ്ട, ഞാൻ നിങ്ങൾക്കൊരു ഭാരമായി തീരരുത് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ. ദൈവം ഡോക്ടർ 2 ആഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഡോക്ടറെ അടുത്ത് പോകാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ശരീരത്തിന് വളരെയധികം അസ്വസ്ഥങ്ങൾ കടന്നു വന്നു. നെഞ്ചുവേദനയെല്ലാം വന്നിരുന്നുവെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ പിന്നെയും അത് സ്വന്തമായി തന്നെ അത് അനുഭവിച്ച് ത്യാഗം സഹിച്ച് അതിങ്ങനെയെങ്കിലും ആരെയും അറിയിക്കാതെ പോകണമെന്നായിരുന്നു അപ്പോഴും മനസ്സിലാഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നലെ രാവിലെ ഒന്നും പ്രയാസമൊന്നും ഉണ്ടായില്ല. ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് കടന്നുപോയി. ഉച്ചയ്ക്ക് പിന്നെയും ആ നെഞ്ചുവേദനയുടെ അസ്വസ്ഥ അനുഭവപ്പെട്ടു. അത് തനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നെഞ്ചുവേദന വരുമ്പോൾ നാവിനടിയിൽ വയ്ക്കാൻ ഗുളിക ഡോക്ടർ മുൻപ് കൊടുത്തിരുന്നതാണ്. പക്ഷെ അതൊന്നും ചെയ്യാനായിട്ട് ആർക്കും ആ സമയത്ത് ഒന്നും തോന്നിയില്ല, ഓർമ്മ വന്നില്ല. പക്ഷേ എങ്കിലും ദൈവം തക്ക സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തൻ്റെ അടുത്തേക്ക് വിളിച്ചെന്ന് ആർക്കും തൻ്റെ ജീവിതം ഇനി ഒരു ഭാരമായി തീരാതെ വണ്ണം ആകാനായിട്ട് ആഗ്രഹിച്ചതുപോലെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് മകനെ ചേർക്കുവാനായിട്ടിടയായി. ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ ഇന്നലെ മുതൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും എല്ലാം ചെയ്ത ഞങ്ങളുടെ ദേവദാസരോടും കുടുംബത്തോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുവിശ്വാസികളോടും കടന്നു വന്ന് സഹകരിച്ച ഇന്നും ഈ പകൽക്കാലം കടന്നു വരികയും ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയെ അറിയിച്ചുകൊണ്ട് അടിയൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. പ്രൈസ് ദി ലോർഡ്.